ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു. ഈ റിപ്പോർട്ട് അടുത്ത വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഇടപെടാൻ പരിമിതികളുണ്ട്, പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കേന്ദ്രം വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, യമൻ ഭരണകൂടം ബുധനാഴ്ചയാണ് വധശിക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലൊന്നും ഇടപെടാനില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിലവിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ AG മുഖാന്തരം അറിയിച്ചിട്ടുള്ളത്. ഈ യമനിലെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിലവിലെ യമനിലെ സാഹചര്യം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് അവിടെ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. എന്നാലും ചെയ്യാനുള്ള കാര്യങ്ങൾ പരമാവധി തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യമനിലെ പ്രോസിക്യൂട്ടറുമായി, ഈ കേസ് നടത്തുന്ന പ്രോസിക്യൂട്ടറുമായി കേന്ദ്ര സർക്കാർ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ മത മേഖലയിലടക്കം സ്വാധീനമുള്ള ഒരു ഷെയ്ഖുമാരടക്കമുള്ളവരുമായും സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ചർച്ചകളിലൂടെയുള്ള ഒരു പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. ദയാധനം ഈ കൊല്ലപ്പെട്ട ഈ യമൻ പൗരൻ തലാൽ മുഹമ്മദിന്റെ കുടുംബം സ്വീകരിക്കാതെ മറ്റ് ഒന്നും അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യവും കൂടി കോടതിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ കേസ് ഏതായാലും ഇനി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും നിലവിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ്. വധശിക്ഷ ഈ ഒരുപക്ഷെ നീട്ടിയേക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഈ ശിക്ഷ ഒഴിവാക്കുന്നതിൽ കൂടുതലൊന്നും കേന്ദ്ര സർക്കാരിന് നിലവിൽ ചെയ്യുന്നതിൽ കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇപ്പോഴുള്ള ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ തുടരുമെന്നും കേന്ദ്ര സർക്കാർ AG മുഖാന്തരം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും. ആന്റണി, അതുപോലെ തന്നെ യമൻ പ്രോസിക്യൂട്ടറുമായി ചർച്ച നടത്തിയിരിക്കുന്നു, ഫലം കണ്ടില്ല. അതുകൊണ്ട് ബുധനാഴ്ച തന്നെ ഇനിയൊരു വധശിക്ഷ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിരവധി പേരുടെ ഇടപെടലൊക്കെ ഉണ്ടായി. ഇന്ന് വധശിക്ഷ നീട്ടിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കായി അടക്കം കത്തയച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും വധശിക്ഷ നീട്ടിയേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇന്ന് അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നമ്മൾ ഇന്നലെ ആ വാർത്ത നൽകിയതാണ്. അവിടെ നിരവധി ആളുകൾ അത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കാൻ. അതുപോലെ തന്നെ ഈ യമൻ പൗരന്റെ കുടുംബവുമായി അടക്കം സംസാരിക്കാൻ. നമുക്കറിയാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം കഴിഞ്ഞ ദിവസം ഈ യമൻ പൗരന്റെ ഈ കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ സഹോദരനുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഈ മത പുരോഹിതരുമായി ബന്ധപ്പെട്ട അവരെ കൂടി ഇടപെടിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സൗദിയിലുള്ള മലയാളി വ്യവസായി അടക്കം ഇക്കാര്യത്തിൽ നമ്മൾക്ക് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ അവരടക്കം ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഏതായാലും ഒരുപക്ഷെ ഈ വധശിക്ഷ നടത്തുന്നത് ജൂലൈ 16 നിന്ന് നീട്ടിവെക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന കാര്യം. ഏതായാലും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ഇക്കാര്യത്തിൽ തങ്ങൾക്കൊരു ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപക്ഷെ നീട്ടിയേക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായൊരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിവിധ തലങ്ങളിൽ ഈ യമനിലെ പ്രോസിക്യൂട്ടർ അടക്കമുള്ളവരുമായും അതുപോലെ തന്നെ അവിടെ നിർണായക സ്വാധീനമുള്ള ഷെയ്ഖുമാരടക്കമുള്ളവരുമായും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തലാൽ മുഹമ്മദിന്റെ കുടുംബം അവർ ഈ ദയാധനം സ്വീകരിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരമാവധി ചെയ്യുന്നുണ്ട്. ഇനിയും അത് ഇപ്പോൾ തുടരുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി ആന്റണി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഇടപെടാൻ പരിമിതികൾ ഉണ്ട്, പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നിമിഷപ്രിയ കേസിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇടപെടാൻ പരിമിതിയുണ്ട്, കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന കാര്യമാണ്
കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചർച്ച നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ വധശിക്ഷ നിർത്തിവെക്കാൻ ഇടപെട്ടു. യമൻ പ്രോസിക്യൂട്ടറുമായി ചർച്ച നടത്തി, എന്നാൽ ഫലം കണ്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വധശിക്ഷ നിർത്തിവെക്കുമെന്ന് ഔപചാരികമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഉറപ്പില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേസ് വെള്ളിയാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ദയാദനം സ്വീകരിക്കാതെ മുന്നോട്ടു പോകാൻ ആവില്ല എന്നാണ് പറയുന്നത്. നിമിഷപ്രിയ കേസിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എറണാകുളം വടക്കൻ പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇരുട്ടിലായിട്ട് മാസങ്ങളായി. തകരാറിലായ ഹൈമാസ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ നടപടി